നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല കിടിലം വീട് നമുക്കിന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സെമി കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മളുടെ കോൾ ചെയ്യുന്ന കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് സിറ്റി ലിമിറ്റിനകത്ത് സിറ്റി തൊട്ടടുത്തായിട്ട് നമുക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന വീടാണ് നമുക്കിന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം മാറി മണക്കാട് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് 4.25 സെൻറ്റ് സ്ഥലത്താണ് വരുന്നത്. 4.25 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചുടികട്ടയിൽ പണി തീർത്ത മനോഹരമായ ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 3 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് നമുക്ക് ഒരു 5-5.5 കിലോമീറ്റർ മാത്രമേ നമുക്കിത് വരുന്നുള്ളൂ. കുറച്ചുകൂടെ എളുപ്പമായിട്ട് പറയുന്നത് കമലേശ്വരം ബൈപ്പാസിൽ നിന്ന് വെറും നമുക്കൊരു 400 മീറ്റർ മാത്രമേ നമുക്ക് ഒരു വീടിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നുള്ളൂ. നമുക്ക് വീട് ഫുള്ള് നമുക്ക് ചുടുകട്ടയിലാണ് ചെയ്തിട്ടുള്ളത്. റെഡ് ബ്രിക്സിലാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റീരിയർ ഭാഗമായാലും എക്സ്റ്റീരിയർ ഭാഗമായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് നല്ല തണുത്തൊരു അന്തരീക്ഷം, നമുക്ക് ചുടുകട്ടയിലായതുകൊണ്ട് നമുക്ക് തണുത്തൊരു കൂളിംഗ് കണ്ടീഷനായിട്ടുള്ള നമുക്ക് ഇൻറ്റീരിയർ ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് വേറെ വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുൾ വില്ല പ്രോപ്പർട്ടിയാണ്. വീടുകൾ പണി ചെയ്ത് വരുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇപ്പർ സൈഡ് നോക്കുവാണെങ്കിൽ വീടുകളൊക്കെ പണി ചെയ്ത് വരുന്ന സ്ഥലം കൂടെയാണ്. ഇപ്പോൾ 2-3 വീടുകളിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ആൾതാമസം വന്നു തുടങ്ങിയ ഒരു ഏരിയയും കൂടെയാണ്. നമുക്ക് ബൈപ്പാസിലോട്ട് കയറാനായിട്ട് 400 മീറ്റർ മാത്രമേ നമുക്കിത് വരുന്നുള്ളൂ ഈ ഒരു വീടിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഈ ഒരു എലിവേഷൻ കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ സെൻറ്റർ ഭാഗം, നമ്മളെ ഹൃദയഭാഗത്തോട്ട് ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിലോട്ട് നമുക്കൊന്ന് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇതുപോലെ നല്ല മനോഹരമായ വീടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണ്, ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ഈ ഒരു വീടിൻ്റെ മെയിൻ ബസ് റൂട്ടിലോട്ട് പോകാനായിട്ട് വെറും 400 മീറ്റർ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഫ്രണ്ടിലെല്ലാം നമുക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഫ്രണ്ടിലത്തെ ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിംഗ് ഗേറ്റ് നമുക്ക് ഫ്രണ്ടിൽ തന്നുകൊണ്ട് തന്നെയാണ് ഈ വീടിൻ്റെ എൻട്രൻസ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരു വൈഡ് ഓപ്പണിങ്ങും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടിയായാലും നമുക്ക് സുഖമായിട്ട് വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറാനുള്ള എല്ലാ സാഹചര്യത്തോടു കൂടെ തന്നെയാണ് ഫ്രണ്ടിൽ എൻട്രൻസ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലായി 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലോങ് ലെങ്ത്തിലാണ് തന്നിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് പൈപ്പ് കണക്ഷനാണ്. കംപ്ലീറ്റ് ആയിട്ടും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടൊന്നും വരാത്ത ഒരു ഏരിയയാണ്. അല്ല, ഒരു ടാങ്ക് നമുക്ക് താഴെ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ടാങ്ക് നമുക്ക് ഈ ഒരു വീടിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ. മുകളിൽ കവറിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ടൊന്ന് കടക്കാം. 4.25 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ ചുടുകട്ടയിൽ പണി ചെയ്ത് തീർത്ത 4 ബെഡ്റൂമുള്ള വീടിൻ്റെ ഈ ഒരു കാണുന്നതാണ് സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് നമുക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ലെങ്തി പോർഷനാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 10x7 ഡയമെൻഷൻ വരുന്ന നല്ലൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. സൈഡിലായിട്ട് ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കോർണറിലായിട്ട് നമുക്ക് ചെറിയൊരു പൈപ്പ് കണക്ഷൻ നമുക്കിവിടെ കൊടുത്താണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലെ ഹാൻഡിൽസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ സിറ്റ് ഔട്ടിൽ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു തണുത്ത ഒരു അന്തരീക്ഷം നമുക്ക് ഈ ഒരു വീടിനകത്ത് കിട്ടുന്നുണ്ട്. ചുടുകട്ടയിലാണ് പണിതുള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രണ്ട് ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷേ നല്ല വിശാലമേറിയ ലിവിങ് ഏരിയയാണ് നമുക്ക് വന്നേക്കുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ലിവിങ് ഏരിയ. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ്, പ്രീമിയം രീതിയിൽ ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ TV യൂണിറ്റ് ഏരിയ. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തുകൊണ്ട് നല്ല വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്ത് അതിനകത്ത് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ കാണുന്ന ഒരു പാർട്ടീഷൻ, നമുക്കൊരു GM ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തുകൊണ്ട് അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള പാർട്ടീഷൻ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഒരു വിൻറ്റേജ് ലുക്കിൽ വരുന്നൊരു ക്ലോക്കും നമുക്കിവിടെ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും.
അത്യാവശ്യം 6 സീറ്റർ ചെയറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഡൈനിങ് നമുക്കിവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്ലോറിംഗ് എല്ലാം നല്ല കജേരുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കാൽഭാഗം നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പിൽ ഡെക്കറേഷനെ കൊടുത്തുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് ഡബിൾ ഹൈറ്റ് ലെങ്ത്തിൽ വരുന്ന നല്ല മനോഹരമായ ഒരു ഇതാണ് ചെയ്തേക്കുന്നത്. 10x10 ഡയമെൻഷനാണ് നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി വരുന്നത്. ഈ ഒരു ഭാഗത്ത് കോർണറിലായിട്ട് ചെറിയ അടിപൊളിയായിട്ടുള്ളൊരു വാഷിംഗ് കൗണ്ടർ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് മിററും അതുപോലെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ്. തൊട്ട് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോയി കാണുന്നതാണ് വീണ്ടും കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായൊരു കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കളർ കോമ്പിനേഷൻസ് ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ലോവർ പോർഷൻസ് ഒരു കളറും മുകളിലത്തെ അപ്പർ പോർഷൻസ് വൈറ്റ് കളർ തീമിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. 12x12 ഡയമെൻഷനാണ് നമ്മുടെ ഈ ഒരു കിച്ചണിന് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് വീടിനകത്ത് ചെയ്തിരിക്കുന്ന പോലത്തെ പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. പ്രിന്റഡ് ടൈൽസ് ആണ് വരുന്നത്. ഒരു ഹോബും അതുപോലെ തന്നെ ചിമ്മിനിയും നമുക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് വെച്ചിട്ടുണ്ട്. ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ഇത്രയും നല്ല മനോഹരമായ ഒരു കിച്ചണാണ് നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വീടിന് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസ് നമുക്കിവിടെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിന് ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂമൊക്കെ പ്രത്യേകിച്ച് വരുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്കിനി വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അതിവിശാലമേറിയ ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു റൂം ചെയ്തേക്കുന്നത്. 16x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കോർണറിലായിട്ട് നമുക്ക് വാൾഡ്രോബ്സ് ഓൾറെഡി വരുന്നുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വാൾഡ്രോബ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്പോട്ട് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും കൺസീൽഡ് ആയിട്ടുള്ള പോർഷൻസും കാര്യങ്ങളാണ് നമുക്ക് ഈ ടോയ്ലറ്റ്സിൻ്റെ അവിടെ വരുന്നത്. ഡ്രൈ ലാൻഡും വെറ്റ് ലാൻഡും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂം ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നത്. മാറ്റ് ഫിനിഷ് ചെയ്യുന്ന ടൈൽസ് ആണ് താഴെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അപ്പോൾ ഈ കാണുന്നത്. വീടിനോട് എടുത്തു പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമുക്ക് ഈ ഒരു വീട് 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്കിവിടെ വരുന്നത്. കംപ്ലീറ്റഡ് 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്കൊരു വീട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ റൂമിന് കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്പേസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് ചെയ്ത്. ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെ വരുന്ന ഒരു വാൾഡ്രോബ്സ് നമുക്കിവിടെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്ക് ഇവിടെയും നമുക്ക് ഡ്രൈ ലാൻഡും വെറ്റ് ലാൻഡും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് നമുക്കിവിടെ വരുന്നത്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ചെയ്യുന്ന ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്ന പ്രീമിയം ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ ചുമര് മുഴുവനും ചെയ്തേക്കുന്നത്. സെറയുടെ പ്രോഡക്ട്സ് ആണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്കൊന്ന് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് വുഡൻ വർക്ക് വരുന്ന ഒരു ഹാൻഡിൽസ് ആണ്. തേക്കിൻ തടിയും കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ കൂടെ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെ നമുക്ക് ബാർസും സ്ട്രിപ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് ഈ ഒരു മോഡലിലെ ഹാൻഡിൽസ് ആണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് ആണ് നമുക്ക് ഈ ഒരു സ്റ്റെയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ചുമര് മുഴുവൻ നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈൻസ് വരുന്ന അടിപൊളിയായിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരെ എത്തുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഒരു ലിവിങ് ഏരിയയിലാണ്. ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയ ഈ ഒരു മോഡലിൽ എൽ ഷേപ്പ് മോഡലിലെ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. നല്ല ലെങ്തി വൈസാണ് നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഫോൾ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട്
കൊടുത്തേക്കുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന സിറ്റിംഗ് ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ലിവിങ് ഏരിയ, 2 ബെഡ്റൂം, 2 ബാൽക്കണി ആയിട്ടാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ റൂമും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് വന്നിട്ടുള്ളത്. 14x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ് നമുക്ക് ഈ ഒരു റൂമിൽ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട ഒരു പ്രത്യേക സംഭവം, നമുക്ക് ഈ ഒരു റൂമിൽ ഒരു ബാൽക്കണിയുടെ കയറാനുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്കൊരു മെയിൻ ബാൽക്കണിയാണ്. ഇത് നമ്മുടെ മെയിൻ ബാൽക്കണി തന്നെയാണ്. പക്ഷേ മെയിൻ ബാൽക്കണിയിലോട്ട് വരാനുള്ള 2 എൻട്രൻസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയ, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ നിന്ന് വരാനുള്ള എൻട്രൻസ് ആണ് ഈ ഒരു ബാൽക്കണിയിലോട്ട് കൊടുത്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളതും. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള കൺസീൽഡ് ആയിട്ടുള്ള നമുക്ക് ബാത്റൂം സെക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും ചുമരിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫിറ്റിങ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു ബാത്റൂമിനകത്ത് വരുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ ബെഡ്റൂം സൈസ് നമുക്ക് ഇവിടെയും വരുന്നുണ്ട്. 14x16 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു ബെഡ്റൂം നമുക്കിവിടെ വരുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾ റൂഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രസ്സിങ് യൂണിറ്റ് ഉൾപ്പെടെ വരുന്ന ഒരു വാൾ റൂഫ്സാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള വാൾ റൂഫ്സ് ആണ്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഒരു ബാത്റൂം ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇത് ജാഗോറിൻ്റെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ചെറിയൊരു സെപ്പറേറ്റ് ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്, ബാൽക്കണി പോലെ തന്നെയാണ്. അപ്പം ആ ബാൽക്കണി ഇറങ്ങുന്നതിൻ്റെ സൈഡിലാണ് നമുക്ക് ഈ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുകളിലോട്ട് എൻട്രൻസ് ആണ്, മുകളിലോട്ട് ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് കൂടെ ഒന്ന് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മെയിൻ ബാൽക്കണിയിലോട്ട് ഇറങ്ങാനായിട്ട് നമുക്ക് 2 എൻട്രൻസ് വരുന്നുണ്ട്. ഇത് നമുക്ക് മെയിൻ ഹാളിൽ നിന്ന്, ലിവിങ് ഏരിയയിൽ നിന്നും, അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഇറങ്ങാനുള്ള എൻട്രൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസിൻ്റെ വർക്കും നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. 12x8 ഡയമെൻഷൻ വരുന്ന നല്ല നീളം വാക്കിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബാൽക്കണി ആണ് നമുക്ക് ഈ ഒരു വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ 4.25 സെൻറ്റ് സ്ഥലത്ത് ചുടികട്ടയിൽ പണി ചെയ്ത് തീർത്ത നല്ല മനോഹരമായ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. മാക്സിമം നമുക്ക് ഈ ഒരു സിറ്റി ലിമിറ്റിൽ നിന്ന് വെറും 3 കിലോമീറ്റർ നമുക്ക് വരുന്നുള്ളൂ. വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നമുക്ക് ബസ് റൂട്ടിലോട്ടും. നമുക്ക് ബൈപ്പാസ് കയറാനായിട്ട് വെറും 400 മീറ്ററേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രം മാറി 4.25 സെൻറ്റ് സ്ഥലത്ത് 1950 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, അതും ചുടുകട്ടയിൽ പണിത വീട്. താഴെ 2 ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം, ഫസ്റ്റ് ഫ്ലോർ 2 ബെഡ്റൂം വരുന്ന ഈ ഒരു മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന ഈ ഒരു വീടിന് ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് 1,25,00,000 1.25 CR ആണ് നമുക്ക് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. ബട്ട് നമുക്കിതൊരു നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസിൻ്റെ നെഗോഷ്യബിൾ സംസാരിക്കാനോ വീടിൻ്റെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനോ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീടുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹോം ലോൺസും കാര്യങ്ങളും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.
നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.